Yalla habibi, so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ടർബോ അങ്ങനെ കാത്തിരുന്ന് ടർബോന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് അവസ്ഥ? നിങ്ങൾ കണ്ടായിരുന്നോ? എന്താണ് നിങ്ങൾക്ക് ട്രെയിലർ കണ്ട സമയത്ത് തോന്നിയത്? എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ? കമന്റ് സെക്ഷനിൽ പറയൂ, കാണട്ടെ. എനിക്ക് എന്തായാലും അത്യാവശ്യം നല്ല പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് ടർബോ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ ആൻഡ് ഓഫ് കോഴ്സ് മമ്മൂക്ക നായകനായി വരുന്ന സിനിമ. ഈ രണ്ട് കാരണങ്ങൾ മാത്രം പോരെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമയെക്കുറിച്ചിട്ട് കാര്യമായിട്ടൊക്കെ പ്രതീക്ഷിക്കാൻ. അത് മതി എന്നാണ് ഞാനെന്ന പ്രേക്ഷകൻ്റെ വിശ്വാസം. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതുവരെ തിരഞ്ഞെടുത്ത് പുറത്തിറക്കിയ സിനിമകൾ വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറക്കിയ സിനിമകളല്ല. എല്ലാം വ്യത്യസ്തമായിരുന്നു, എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ടർബോയിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അവിടെ അവരൊന്നും കാണാണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മുടെ മമ്മൂക്കയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, മമ്മൂട്ടിയാണേ പുള്ളി ഇങ്ങനെ അടിച്ചു പൊളിച്ച് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. പുള്ളിക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തെളിയിക്കാനില്ല, എല്ലാം തെളിയിച്ചതാണ്. എന്നാലും പുള്ളി ഇപ്പോൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആസ് എ ഫാൻ അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. പിന്നെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായിട്ട് വളരെ കാര്യമായിട്ട് കൂടുതലും പുള്ളി പ്രാധാന്യം കൊടുക്കുന്നത് സ്ക്രിപ്റ്റിന് തന്നെയാണ്, കഥാപാത്രങ്ങൾക്ക് തന്നെയാണ്, വ്യത്യസ്തമായ ജോൺറകൾക്ക് തന്നെയാണ് എന്നാണ് ഞാനെന്ന പ്രേക്ഷകൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ ഈ മനസ്സിലാക്കലുകളൊക്കെ തന്നെയാണ് എന്നെ ഈ സിനിമയിലേക്ക് കൂടുതലും ആകർഷിക്കുന്നതും എനിക്ക് ഈ സിനിമയിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവാനുള്ളൊരു കാരണവും. പിന്നെ മിഥുൻ മാനുവലിൻ്റെ സ്ക്രിപ്റ്റും. അപ്പോൾ എല്ലാം നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ ആവട്ടെ, നന്നാവട്ടെ, ഗംഭീരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിലറിലേക്ക് കടക്കാം. കമാൻ. എല്ലാ നാട്ടുകാരും എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ടർബോ ജോസ്. ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ബമ്പൽ, ടിൻഡർ, ഇന്ദു അറിയില്ല. ഇപ്പൊ കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാ അറിയുന്നു. അവൻ അവங்களுக்கு தெரியுமா? ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നുണ്ട്. എട്ടുകാലഞ്ചതിന് പിന്നിലെങ്കിൽ ഒരൊറ്റയാളും ജീവനോടെ ബാക്കിക്കൊണ്ടിരിക്കും. എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ കൊല്ലാപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സീസണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ഞാനിവിടെ വീഴുവാണ്. എന്റെ കൂടെ ഒരു 10-15 പേരുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സാധനം, അതായത് കോമഡി, മാസ്, സീരിയസ് എന്റർടൈനർ ആണ് എന്ന് തോന്നുന്നു. എന്തായാലും കാണാം, വെയിറ്റ് ചെയ്യുന്നു.
ഞാൻ ഇതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലിപ്പ് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒപ്പം ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതും കൂടി ഒന്ന് നിങ്ങൾ ജസ്റ്റ് കാണുക കേട്ടോ. എൻ്റെ ചില കാഴ്ചപ്പാടുകളാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറ. ഓക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാസ് കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്ന ജോൺറയോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇൻട്രസ്റ്റിംഗ് ആയൊരു ജോൺറയാണ്. അതേപോലെ തന്നെ പേടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഗംഭീരമാവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലിലേക്ക് പോകും. പ്രേക്ഷകർ ഏറ്റെടുക്കും, പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. നേരെ മറിച്ച് ചെറുതായിട്ടൊന്ന് പാളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെടുകയും ചെയ്യും. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ നെഗറ്റീവ് പറയണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, കുറ്റമായിട്ട് പറയണമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഒന്നുമല്ല. ഞാൻ ആ ജോൺറയുടെ ഒരു സ്പെഷ്യാലിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം. മാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത് നമുക്ക് ഇമോഷണലി ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാലാണ് ആ മാസ് വർക്കാവുക. അത് എത്തരത്തിലുള്ള മാസമാണെങ്കിലും വർക്കാവണമെങ്കിൽ ഇമോഷണലി നമുക്ക് കണക്ട് ആവണം. ആ ക്യാരക്ടറായിട്ട് നമുക്ക് എന്താ പറയുക ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് പറ്റണം. അതേപോലെ തന്നെ തമാശയുടെ കാര്യമൊക്കെ എല്ലാവരും പറയുന്ന സംഭവമാണ്. ഏറ്റവും കൂടുതൽ വർക്കാക്കി എടുക്കാൻ പാടുപെടുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് തമാശയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന സമയത്ത് എന്താവും എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ച് ആലോചിച്ച് ചെറിയൊരു പേടിയുണ്ട്. മമ്മൂക്ക ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. പുള്ളി അതൊക്കെ ഓൾറെഡി തെളിയിച്ചിട്ടുള്ളതാണ്. പുള്ളി ഗംഭീരമാക്കും. പിന്നെ എല്ലാം സ്ക്രിപ്റ്റിലാണ് ആക്ച്വലി ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് മാസമാണെങ്കിലും അതിൻ്റെ അകത്ത് പോകുന്ന കഥകളാണെങ്കിലും തമാശ ഏത് രീതിയിലാണ് അതിൻ്റെ അകത്ത് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതെല്ലാം രണ്ടും ഒത്തിണങ്ങി പക്കയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ വേറെ ലെവലിലേക്ക് പോകും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. സോ ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. സോ അതുകൊണ്ട് തന്നെ ആ പേടിയുടെ കാര്യം എടുത്തു പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ സിനിമകളൊക്കെ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏത് സിനിമയാണെങ്കിലും ഇറങ്ങുന്ന സമയത്ത് ഗംഭീരം എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. മമ്മൂക്കയുടെ സിനിമയാകുമ്പോൾ അത് കുറച്ചും കൂടി ഫാൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും അത് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇത് അടുപ്പിച്ചിട്ടുള്ളൊരു പരിപാടിയിൽ നിന്നൊരു മാറ്റം വരരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പേടി ജസ്റ്റ് ഒന്ന് ഇവിടെ ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ നാവും കൊണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് മാസ് കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്നൊരു സംഭവം മാസും വർക്കാവട്ടെ, കോമഡിയും വർക്കാവട്ടെ, എല്ലാം വർക്കാവട്ടെ. മിഥുൻ്റെ സ്ക്രിപ്റ്റിലാണ് പ്രതീക്ഷ ആക്ച്വലി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇത് വെറുതെ ഒരു അടിപ്പടം അല്ലെങ്കിൽ തമാശപ്പടം എന്നുള്ളൊരു സംഭവം ആയിരിക്കില്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സാധനം ആക്ച്വലി ഉണ്ടാവുമായിരിക്കും. കഥ എന്നുള്ള രീതിയിൽ സ്റ്റോറി ആക്ച്വലി ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാര്യമായിട്ട്. അത് മിഥുൻ മാനുവൽ ആയതുകൊണ്ടുള്ളൊരു പ്രതീക്ഷ. പിന്നെ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി വെറുതെ ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം ആക്ച്വലി ഉണ്ടാവും. അതിൻ്റെ ആ സ്ക്രിപ്റ്റിനകത്ത് എന്തെങ്കിലും ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും പുള്ളി തല വെച്ചിട്ടുണ്ടാവുക. സോ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ട് ആ സിനിമയ്ക്ക് ഉയരാൻ കഴിയട്ടെ എന്നാണ് ഇപ്പോൾ പറയാൻ ആക്ച്വലി ഉള്ളത്. എന്തായാലും ഇറങ്ങാൻ വേണ്ടിയിട്ട് വളരെ കാത്തിരിക്കുന്നു. എന്തായാലും സെക്കൻഡ് ലുക്ക് പോസ്റ്റർ രസമുണ്ട്, വളരെ ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ. ഇപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ തമിഴ് തെലുങ്ക് പരിപാടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എവിടുന്നൊക്കെയോ വരുന്ന റെസ്പോൺസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് ഈ തമിഴ് തെലുങ്കെന്നൊക്കെ വരുന്നത്. പിന്നെ ബുക്ക് മൈ ഷോൻ്റെ അകത്ത് ഹൈദരാബാദും പിന്നെ ചെന്നൈയിലൊക്കെ ഇതിൻ്റെ ബുക്കിംഗ് ഒക്കെ എടുത്ത് നോക്കിയ സമയത്ത് തെലുങ്കിലുള്ളതും തമിഴിലൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് അത്യാവശ്യം ഫില്ലായിട്ട് പോകുന്നുണ്ട് ആക്ച്വലി. അപ്പം അത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ബ്രഹ്മയുഗം ഒരു പക്ക പാൻ ഇന്ത്യൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും പല ഭാഷകളിൽ വരുന്നുണ്ട്, തമിഴ് തെലുങ്കിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മലയാളത്തിലൊരു ഗംഭീര അഭിപ്രായം നേടിയിട്ട് പോയി. തമിഴ് തെലുങ്കിൽ പോകുന്ന സമയത്താണെങ്കിൽ അവിടെയും അത്യാവശ്യം നല്ല അഭിപ്രായങ്ങൾ ആക്ച്വലി വരുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ടർബോൻ്റെ ഒരു സെക്കൻഡ് ലുക്ക് വരുന്നത്, അല്ലെങ്കിൽ ടർബോൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നത്. സോ ഇങ്ങനെ ഹിറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാളരുതേ എന്ന് പറഞ്ഞതാണ്, പാളാതിരിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് പറഞ്ഞതാണ്. കാര്യം മാസ് കോമഡി എൻ്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന ഒരു സാധനമാണ്. പിന്നെ ആ ജോൺറയിൽപ്പെട്ട സാധനം തന്നെയായിരുന്നു പോക്കിരിരാജയും മധുരരാജയും. എനിക്കതിൽ പോക്കിരിരാജ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോക്കിരിരാജ പിന്നെ ഇപ്പോഴും എനിക്കത് കാണാൻ ഇഷ്ടമാണ്. ലൈക്ക് നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. മധുരരാജ എനിക്ക് അന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമ തന്നെയാണ്. പക്ഷേ ഇന്ന് മധുരരാജ കാണുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അത് മമ്മൂട്ടി ഫാൻ നമ്മളുള്ളത് പറയണമല്ലോ, അത് എനിക്ക് എൻജോയ് ചെയ്യാനൊന്നും ആക്ച്വലി പറ്റുന്നില്ല. കാര്യം നമ്മുടെ തലച്ചോറും അപ്ഡേറ്റഡ് ആയി, നമ്മൾ സിനിമയോടുള്ള കാഴ്ചപ്പാട് മാറി, അപ്പോൾ നമ്മൾ സിനിമയെ കാണുന്ന രീതി മാറി. അപ്പോൾ അത് ആ വന്ന മാറ്റമാണ്. അപ്പോൾ അതും ഒരു മാസ് കോമഡി എൻ്റർടൈനർ എന്നുള്ള ജോണറിൽ പെട്ട് വന്നതായതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടാണെങ്കിലും ഏത് നടൻ്റെ ആണെങ്കിലും മാസ് കോമഡി എൻ്റർടൈനർ പടങ്ങൾ വരുന്ന സമയത്ത് അത് പഴയ രീതിയിൽ എഴുതി കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കാവില്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടായാൽ മാത്രമാണ്, ഡെപ്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് പരിപാടി ഇവിടെ പോവുക. അപ്പോൾ അങ്ങനെ ഒരു ഡെപ്തുള്ള കഥാപാത്രങ്ങളുള്ള ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഡെപ്തുള്ളൊരു പരിപാടി തന്നെ ആയിരിക്കും ടർബോ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആവട്ടെ. കാര്യം ഞാൻ എല്ലാപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, ഇനി
ഈ ഡെപ്ത് എന്ന് പറയുന്ന വാക്കിന് പ്രാധാന്യമുണ്ട്. ഇനി ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഏത് ഏത് ജോണ്ടറിയപ്പെടുന്ന സിനിമകളാണെങ്കിലും വർക്ക് ആവത്തുള്ളൂ. ഇപ്പൊ RDX ആണെങ്കിലും മാസ് അട്ടിപ്പിട്ടിയൊക്കെ വർക്കായത് എന്തുകൊണ്ടാണ്? ആ കുട്ടിയുടെ മാല അവിടുന്ന് പൊട്ടിക്കുമ്പോൾ തൊട്ട് നമ്മൾ സിനിമയ്ക്കകത്ത് ഇന്നായി. പിന്നെ അവിടെ ഓരോ അടി പൊട്ടുമ്പോഴും പൊളിക്ക് മുത്ത എന്നാണ് നമുക്ക് തിയേറ്ററിൻ്റെ അകത്ത് പറയാൻ വേണ്ടി തോന്നുള്ളൂ. അതാണ് ആ സിനിമയുടെ ഒരു വിജയം. അപ്പൊ ഇമോഷണലി കണക്ട് എന്ന് പറയുന്നൊരു സാധനം. പ്രേമലു ഒരു കോമഡി പട, പക്ഷെ അത് സാഹചര്യത്തിനനുസരിച്ച് കോമഡി അടിക്കാതെ നാച്ചുറലി സംസാരിച്ച് വരുന്നത് കോമഡിയായി മാറി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവിടെ തമാശ വർക്കായി. എങ്ങനെ? അപ്പം അതൊക്കെ വരുന്ന അപ്ഡേഷനാണ്. തമാശകളിൽ വരുന്ന അപ്ഡേഷൻസ് ആണ്, മാസ് സിനിമകളിൽ വരുന്ന അപ്ഡേഷൻസ് ആണ്. അപ്പം അതിൽ ഫ്രണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്, പ്രേമലുവിൽ ഫ്രണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് സാധാരണ അടികൊള്ളാനും കളിയാക്കപ്പെടാനും ഉള്ളൊരു പരിപാടിയായിരുന്നു പണ്ടൊക്കെ. പക്ഷെ പ്രേമലുവിൽ എന്താണ്, ഫ്രണ്ട് എന്ന് പറയുന്ന കഥാപാത്രത്തിനും കൂടുതലൊരു പ്രാധാന്യം കിട്ടി എന്ന് പറയുന്നത് ആ സിനിമയുടെ സംവിധായകന്റെ ഒരു അപ്ഡേഷൻ തന്നെയാണ് അങ്ങനെ ഒരു പുതുമ കൊണ്ടുവന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ ഇനി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മാസ് സിനിമകളിൽ വില്ലന്മാരെ ഭയങ്കരമായ വില്ലന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നായകന്റെ അടി വാങ്ങിപ്പിക്കും. അപ്പൊ അത് പണ്ട് വർക്കാവ് വരും. നമുക്ക് നമ്മുടെ നായകൻ വില്ലന്മാരെ തല്ലി തെറിപ്പിച്ചേ എന്നൊക്കെ നമുക്ക് അന്ന് തോന്നുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ തോന്നില്ല. കാര്യം ഇന്ന് വില്ലന്മാർക്കും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പ്രേക്ഷകർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ വില്ലന്മാരെ ഇറക്കരുത്. വില്ലന്മാരെ ഹീറോസിന് തല്ലാനൊരു കാരണം ഭയങ്കര കാര്യമായിട്ട് തന്നെ ഉണ്ടാവണം. തല്ലുമ്പോൾ പ്രേക്ഷകന് ഉന്മേഷം കൊള്ളണം. വില്ലന്മാർക്കും വില്ലന്മാരുടേതായിട്ടുള്ള ഇമോഷൻസ്, വില്ലന്മാരുടേതായിട്ടുള്ള കാര്യകാരണങ്ങൾ ഉണ്ടാവണം. അപ്പം അത്തരത്തിലുള്ള അപ്ഡേഷൻസ് സിനിമകളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള സിനിമകൾ കണ്ട് പ്രേക്ഷകർ ഓൾറെഡി സെറ്റായിട്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു സാധനം തന്നെ പ്രേക്ഷകര് പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രതീക്ഷിക്കത്തുള്ളൂ എന്നുള്ളതൊരു സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു, ടർബോ ഒരു ഉഷാർ സെറ്റപ്പ് ആവട്ടെ, നല്ലൊരു പടം ആയിക്കോട്ടെ. മമ്മൂക്ക കലക്കട്ടെ, പൊളിക്ക് അടിച്ച് പറത്തണം. ടർബോ പേര് തന്നെ പവർ ഉണ്ട്. അടിക്കണം, തിയേറ്റർ കുലുങ്ങോ? കുലുക്കണം. അടിച്ച് തെറിപ്പിക്കൊന്നും വേണ്ട. കാര്യം തെറിപ്പിക്കലൊക്കെ പണ്ടാ. ഇപ്പോൾ മര്യാദയ്ക്കുള്ള പരിപാടി ചെയ്യാൻ മതി. അപ്പോൾ ഈ രാജമാണിക്കാണെങ്കിലും മാസ് കോമഡി ഡ്രാമ എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്നൊരു സിനിമയാണെന്ന് വെക്കാം. നമുക്ക് വർക്കായി. കാര്യം എന്താണ്, വളരെ കൺവിൻസിങ് ആയിരുന്നു. അതിലത്തെ കഥയായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, തമാശക്കായിട്ട് അതിൻ്റെ അകത്ത് തമാശയില്ല. എന്നാൽ നമുക്ക് പലതും അതിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം മമ്മൂക്ക ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യും മമ്മൂക്കയുടെ പരിപാടി. ബാക്കിയൊക്കെ സ്ക്രിപ്റ്റിന്റെ അകത്താണ് ഇരിക്കുന്നത്, ബാക്കിയൊക്കെ ഡയറക്ഷൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഡയറക്ടർ മാത്രം മോശമല്ല, നല്ലൊരു ഡയറക്ടറാണ്. അയാൾക്ക് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയ കഴിഞ്ഞാൽ അയാൾ ഗംഭീരമാക്കും. അപ്പോൾ അത്രയ്ക്കേ പറയാനുള്ളൂ. ബൈ. മമ്മൂട്ടി കമ്പനിയുടെ അടുത്തൊരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീസറിനും ട്രെയിലറിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഗംഭീര ഒരു പടത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ബൈ.